ഹലോ ഗൈസ്, കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടു. ചിന്ന ചിന്ന ആസൈ എന്നാണ് ആ സിനിമയുടെ പേര്. അത് കാണാനുള്ള ഒരു സോൾ റീസൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ലൊക്കേഷൻ വാരാണസി ആയിരുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ മുമ്പും പറയാറുള്ള കാര്യമാണ്, എനിക്ക് വാരാണസിയോടുള്ളൊരു ആത്മബന്ധം. സത്യം പറഞ്ഞാൽ വാരാണസി എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അതിന്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അത് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കണ്ടപ്പം എനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ സ്ട്രേറ്റ് വേ പറയുകയാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടമാവില്ല. ഇറ്റ്സ് നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ, ബട്ട് ഡെഫിനറ്റ്ലി മൈ കപ്പ് ഓഫ് ടീ. ഇങ്ങനെയുള്ള സട്ടിൽ തീം അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഒരു നോവൽ വായിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുന്ന ഒരു ലാഘവത്തോടെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള മൂവീസ് ഇഷ്ടമല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു പീഡനമായിരിക്കും. കാരണം അവർക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വളരെ സ്ലോ ആയിട്ട് പോകുന്നൊരു മൂവി. പിന്നെ ഇതിന്റെ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്തിരിക്കുന്ന ആൾക്കാരും, ഇപ്പം ഇന്ദ്രൻ സേട്ടനാണെങ്കിലും മധുബാല ആണെങ്കിലും ഒക്കെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. അപ്പം അവരുടെ ആ ഒരു ഗ്രേറ്റ് പെർഫോമൻസസ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഒബ്വിയസ്ലി മ്യൂസിക്. ഞാൻ ഗോവിന്ദ് വസന്തയുടെ ഒരു വലിയ ഫാനാണ്. 96 എനിക്കറിയില്ല ആ ഒരു മൂവിയുടെ മ്യൂസിക് എത്രത്തോളം എന്നെ എഫക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ് പ്ലേലിസ്റ്റിൽ വരുന്ന പാട്ടുകളാണ് 96-ലെ. ഫോർ ദാറ്റ് ഇൻസ്റ്റൻസ് ആളുടെ മറ്റു വർക്ക്സും മ്യൂസിക് ഈ മൂവിയുടെ ഒരു ആത്മാവാണെന്ന് നമുക്ക് പറയാം. പിന്നെ അപർണ ബാലമുരളി, ആളുടെ ക്യാരക്ടറും എനിക്ക് ഇഷ്ടമായി. ആ ഒരു കഥക് പെർഫോമൻസ് ഒക്കെ വളരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി എൻ്റെ തീം എന്ന് പറയുന്നത് എനിക്ക് വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തീമാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു ഇമോഷണൽ വൾണറബിലിറ്റി, ഐസൊലേഷൻ, ഏകാന്തത, ഒറ്റപ്പെടൽ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നതിന്റെ ആ ഒരു ട്രോമ, അത് ബാക്കി വെക്കുന്ന കുറച്ച് ഇൻസെക്യൂരിറ്റീസ്, അതൊക്കെ ബേസിക്കലി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പിന്നെ തീർച്ചയായിട്ടും വാരാണസി എന്ന് പറയുമ്പോൾ അതിലൊരു ഇൻബൗണ്ട് സ്പിരിച്വാലിറ്റി ഉണ്ട്. അതിൽ മണികർണികയുടെ ആ ഒരു ഫീൽ ഉണ്ട്. എല്ലാം ഈ ഒരു മൂവിയിൽ അത് ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വാരാണസിയെ സ്നേഹിക്കുന്നവർക്ക്, സട്ടിലായിട്ടുള്ള മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക്, ജീവിതത്തിൻ്റെതായിട്ടുള്ള ഒരു റൊമാൻസിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒക്കെ ഇഷ്ടപ്പെടും ഈ മൂവി. നേരെ മറിച്ച് ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ആക്ഷൻ പാക്ഡ് ഉള്ള ത്രില്ലേഴ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരിക്കലും ഈ മൂവിയായിട്ട് കണക്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഇത് കാണാതിരിക്കായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും ഈ മൂവിയുടെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും എന്നെ നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനൊരു നല്ല മൂവി കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയതിൽ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.